ആ കറുത്ത വർഗ്ഗക്കാരൻ മൈതാനത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ വെളുത്ത വർഗ്ഗക്കാരൻ കളിയാക്കി. മൈതാനത്ത് ഒരു അനുഭവം നേടണമെന്ന ആഗ്രഹത്തോടെയാണ് ഓവൻ തുടങ്ങിയത്. പക്ഷേ ഒളിമ്പിക് നിയമം ലംഘിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായില്ല. തന്റെ രണ്ടാമത്തെ ചാട്ടത്തിന് തയ്യാറെടുക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലായിരുന്നു. ട്രാക്കിലൂടെ വേഗത്തിൽ കുതിച്ചു ചാടി ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ ടേക്ക് ഓഫ് ലൈനിൽ കാലുകുത്തി വീണ്ടും ഫൗൾ ചെയ്തു. ഓരോ അത്ലറ്റിനും ആകെ 3 ജമ്പുകൾ മാത്രമേ ലഭിക്കൂ. ഇപ്പോൾ ഓവൻ അതിൽ 2 എണ്ണം വീഴ്ത്തിയിരുന്നു. ഫൈനലിലെത്താൻ തനിക്കൊരു സാധ്യതയുമില്ലെന്ന് എല്ലാവരും കരുതി. പക്ഷേ എതിരാളിക്ക് അവനെ നന്നായി അറിയാമായിരുന്നു. ഓവൻ ചാടേണ്ട സ്ഥലം അടയാളപ്പെടുത്താൻ ആ വ്യക്തി ട്രാക്കിൽ ഒരു ടവൽ വെച്ചു. ടേക്ക് ഓഫ് ചെയ്യേണ്ട സ്ഥലത്തിന്റെ നിശബ്ദ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ആ അംഗ്യത്തിൽ ഓവൻ ശരിക്കും സ്പർശിച്ചു. അവൻ തന്റെ 3ാമത്തെയും അവസാനത്തെയും ശ്രമം ആരംഭിച്ചു. ഇത്തവണ അവൻ ഒരു തെറ്റും ചെയ്തില്ല. റെക്കോർഡ് തകർക്കുക മാത്രമല്ല, ഫൈനലിൽ സ്ഥാനം നേടുകയും ചെയ്തു. സ്റ്റാൻഡിലെ അവന്റെ പരിശീലകൻ ഒടുവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. തന്നെ സഹായിച്ചയാൾക്ക് ഓവൻ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. ഒരു ദുഷ്കരമായ നിമിഷത്തിൽ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഓവന്റെ ഏറ്റവും ശക്തനായ എതിരാളി ആദ്യം ചാടി. യൂറോപ്യൻ മത്സരങ്ങളിലെ സീസൺ ചാമ്പ്യനായിരുന്നു ലാങ്. അദ്ദേഹത്തിന്റെ ആദ്യ ജമ്പ് കൃത്യമായി 7 മീറ്റർ ആയിരുന്നു. ട്രാക്കിൽ നിന്ന് 50 മീറ്റർ താഴെയായി ഓവന്റെ ഊഴമായിരുന്നു 7.7 മീറ്റർ ചാടി. അവർ തമ്മിലുള്ള പോരാട്ടം കഠിനമായിരുന്നു. ഓരോരുത്തരും പരസ്പരം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സമ്മർദ്ദം ചെലുത്തി. രണ്ടാമത്തെ ചാട്ടത്തിനിടെ ഓവൻ ലോക റെക്കോർഡ് തകർത്തു. 3ാമത്തെ ചാട്ടത്തിൽ അദ്ദേഹം വളരെ നേരം മടിച്ചുനിന്നു. അസ്വസ്ഥതകൾ കാരണം മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും അദ്ദേഹം ഇതിനകം ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു. ഒരു പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. തന്റെ രണ്ടാമത്തെ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ ആവേശത്തിലായിരുന്നു അദ്ദേഹം. ഈ ഫലം അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. എതിരാളിയുടെ പ്രകടനത്തെയും അദ്ദേഹം ആത്മാർത്ഥമായി പ്രശംസിച്ചു. ലാങ് പിന്തിരിഞ്ഞ അവസാന ചാട്ടം നടത്താൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം പോയില്ല, കാണാൻ നിന്നു. ഓവൻ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഓവൻ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നു. മുഴുവൻ ജനക്കൂട്ടവും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം തന്റെ സമീപനം ആരംഭിച്ചു പറന്നുയർന്നു. സുഗമമായും ആത്മവിശ്വാസത്തോടെയും നിലത്തുവീണു. തന്റെ വിജയത്തിൽ ലാങ് ശരിക്കും സന്തോഷിച്ചു. തുടർന്ന് അവസാന പ്രഖ്യാപനം വന്നു. 8.6 മീറ്റർ. ഒളിമ്പിക് ലോക റെക്കോർഡുകൾ തകർത്ത് 2 എതിരാളികളും വിജയലാഭ് അടുത്തടുത്തായി നടന്നു. കാണികളിൽ നിന്ന് ഇടിമുഴക്കത്തോടെയുള്ള കരഘോഷം ഉയർന്നു.